ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നത് ടഫായിട്ടുള്ള ഒരു കാര്യമല്ല. ടഫ് ആണെന്ന് നമുക്ക് തോന്നുവാനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് പഠിച്ച അല്ലെങ്കിൽ പഠിച്ചവരിൽ നിന്നും ചിലർ പറഞ്ഞ ചില അഭിപ്രായങ്ങളും അനുഭവങ്ങളും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. അത്തരം ചില അഭിപ്രായങ്ങളും അനുഭവങ്ങളും കേട്ട ഒരു വ്യക്തി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൈൻഡിൽ ഉറപ്പാക്കും ഇംഗ്ലീഷ് ടഫാണെന്ന്. അത്തരം ചില ചിന്തകൾ ഇംഗ്ലീഷ് പഠനത്തെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കും. എന്നാൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് പഠനം വളരെ എളുപ്പമുള്ളതാക്കി തീർക്കാം. അത് എങ്ങനെ സാധിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പേടി ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാമത് കൃത്യമായ ബേസിക് ഇല്ലാതെ സിസ്റ്റമാറ്റിക് അല്ലാതെ കണക്ട് ചെയ്ത് പഠിക്കാത്തതിനാൽ ആണ്. അതുമാത്രമല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്ന ചിന്തയോടു കൂടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാതെ അടുത്തത് പഠിക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇംഗ്ലീഷ് ടഫായിരിക്കും എന്നതാണ് പരമാർത്ഥ സത്യം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായി ഒരു കാര്യം നന്നായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം അടുത്തത് പഠിക്കാവൂ. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതാണ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടോ, ടെൻസുകൾ മാറിപ്പോയോ, കറക്റ്റ് ഗ്രാമറിൽ ആണോ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലായോ, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഇംഗ്ലീഷ് പഠനത്തെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റും. ഇത്തരം ചിന്തകളെല്ലാം ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരിൽ സ്വാഭാവികമാണ്. ഇത്തരം ചിന്തകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കുക. അതല്ല മറിച്ച് ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിവില്ലാത്ത ഒരു വ്യക്തി ഒഴികെ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയവരാണ് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് നോളജ് ആണ്. സംസാരിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം നോളജുകൾ കൈമാറുക എന്നതാണ്. നോളജ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നത് കഴിയാതെ വരും. മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷ് സംസാരത്തിൻ്റെ ഭംഗി കൂട്ടുന്നതും കോൺഫിഡൻസ് തരുന്നതുമായ ഒരു കാര്യം എന്നത് ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് കുറച്ചധികം നേരം നന്നായി സംസാരിക്കുമ്പോൾ ആണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിനോടൊപ്പം വിവിധ കാര്യങ്ങളെക്കുറിച്ച് നോളജ് നേടിയെടുക്കുവാൻ കൂടി നന്നായി ശ്രമിക്കുക. ലാക്ക് ഓഫ് നോളജ് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പേടി ഉളവാക്കും. മാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പുറകോട്ട് വലിക്കും. നാലാമത്തെ കാര്യം ഗ്രാമർ തെറ്റിപ്പോകുമോ എന്നതാണ്. ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി അവ നമ്മൾ സംസാരത്തിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ തെറ്റിപ്പോകും. അത് സ്വാഭാവികമാണ്. ഇങ്ങനെ തെറ്റ് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഞാൻ സംസാരിക്കുമ്പോൾ ആ ഒരു വാക്കിന് പകരം ഈ ഒരു വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് തെറ്റിപ്പോകുമോ എന്ന ഭയം ഡെയിലി ഗ്രാമർ പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ആരംഭത്തിൽ ഒരു കാരണവശാലും ഇഡിയംസ്, ഫ്രേസസ്, അഡ്വാൻസ്ഡ് ലെവൽ വൊക്കാബുലറികൾ, അതായത് ടഫ് വൊക്കാബുലറികൾ പഠിക്കുവാൻ ശ്രമിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ ഫോക്കസ് ചെയ്താൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് ടഫ് ആണെന്ന് തോന്നും. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് പഠന ഇൻട്രസ്റ്റ് ഗ്രാജുവലി കുറഞ്ഞ് ഇംഗ്ലീഷ് പഠനം നീട്ടിക്കൊണ്ടു പോകുവാൻ ഇടയാകും. അത് മറ്റൊരു ഭയത്തിന് കാരണമാണ്. ആറാമത്തെ കാര്യം, നമുക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ പറ്റാത്തതാണ്. ഇത്തരം സിറ്റുവേഷനുകൾ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ സ്ലോയിലാക്കും. ചില അവസരങ്ങളിൽ ആ വേർഡിന് വേണ്ടി ചിന്തിച്ച് ചില സെക്കൻഡുകൾ മൈൻഡ് ബ്ലാങ്ക് ആയിത്തീരും. ഈ ഒരു കാര്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ പേടി ഒഴിവാക്കുന്ന കാര്യമാണ്. ഇപ്പറഞ്ഞ 6 കാര്യങ്ങളാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പേടി ഒഴിവാക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇംഗ്ലീഷ് പേടി കൂടാതെ എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ പഠിക്കാം എന്ന് നോക്കാം. ഇംഗ്ലീഷിനെ പേടി കൂടാതെ സംസാരിക്കുവാൻ ഒന്നാമതായി വേണ്ടത് നോളജ് അക്വസിഷൻ ആണ്. അതായത് സംസാരം എന്നതുകൊണ്ട് കാര്യമാക്കുന്നത് പരസ്പരം ആശയങ്ങൾ കൈമാറുക എന്നതാണ്. ആശയങ്ങൾ കൈമാറുമ്പോൾ വിവിധ സബ്ജക്റ്റുകളെക്കുറിച്ച് തുടക്കത്തിൽ അല്പമായ അറിവ് ഉണ്ടായിരിക്കണം. അറിവ് നേടിയെടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം എന്നത് ലിസണിങ് ആൻഡ് റീഡിങ് ധാരാളം പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. ലിസണിങ് ആൻഡ് റീഡിങ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, കേട്ടതിനെക്കുറിച്ച് അല്പസമയം നിങ്ങളുടെ നിലവിലെ നോളജുമായി കമ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ ലിസണിങ് ആൻഡ് റീഡിങ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ മെയിൻ പോയിന്റുകൾ മനസ്സിലാക്കി എഴുതി പഠിക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സംസാരിക്കുവാൻ ആശയങ്ങൾ കിട്ടുന്നില്ല എന്ന പേടി ഒഴിവാക്കുവാൻ കഴിയും. ഇംഗ്ലീഷ് പേടി കൂടാതെ സംസാരിക്കുവാൻ രണ്ടാമതായി ചെയ്യേണ്ടത് ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. തുടക്കത്തിൽ ബേസിക് ഗ്രാമറുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ പറ്റുന്ന സിമ്പിൾ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ നിർമ്മിച്ച് ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക. ഇവ നിങ്ങൾ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമർ തെറ്റിപ്പോകും എന്ന പേടി ഇല്ലാതാക്കും.
മാത്രമല്ല, നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളെ എളുപ്പത്തിൽ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ ഗ്രാമർ പ്രാക്ടീസ് വളരെ ഹെൽപ്പ് ചെയ്യും. ഗ്രാജുവലി നിങ്ങളിൽ നിന്നും സംസാരിക്കുമ്പോൾ ഗ്രാമർ തെറ്റിപ്പോകും എന്ന പേടി പാടെ ഒഴിവാകും. ഇംഗ്ലീഷ് പേടി കൂടാതെ സംസാരിക്കാൻ മൂന്നാമതായി ചെയ്യേണ്ടത് ആക്റ്റീവ് പ്രാക്ടീസ് ന്യൂ വൊക്കാബുലറി എന്നതാണ്. നിങ്ങൾ ലിസണിങ് ആൻഡ് റീഡിംഗ് ചെയ്യുമ്പോൾ പരിചയപ്പെടുന്ന പുതിയ വാക്കുകൾ കൂടാതെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ചില വാക്കുകൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ഡെയിലി ലൈഫും ആയോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടോ സെന്റൻസുകൾ നിർമ്മിച്ച് എഴുതുന്നതും പറയുന്നതും വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന പേടി ഇല്ലാതാക്കുവാൻ ഇത് വളരെ സഹായിക്കും. ഇങ്ങനെ നിങ്ങളുടെ സംസാരം വളരെ ഭംഗിയുള്ളതാക്കി മാറ്റുവാൻ കഴിയും. ഇംഗ്ലീഷ് പേടി കൂടാതെ സംസാരിക്കുവാൻ നാലാമതായി സെന്റൻസുകൾ എഴുതുമ്പോൾ അതുപോലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലൗഡ് വോയിസിൽ വായിക്കുവാൻ പരമാവധി ശ്രമിക്കുക. നല്ലൊരു ശതമാനം ആൾക്കാരും ലിസണിങ് ആൻഡ് റീഡിംഗ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൗഡ് വോയിസിൽ പ്രാക്ടീസ് ചെയ്യുന്നതായി കണ്ടുവരാറില്ല. എന്നാൽ ലിസണിങ്, റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൗഡ് വോയിസിൽ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രൊനൗൺസിയേഷൻ എന്ന പേടി ഒഴിവാക്കുവാൻ ലൗഡ് വോയിസ് പ്രാക്ടീസ് വളരെ സഹായിക്കും. ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് പേടി കൂടാതെ സംസാരിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.